കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന് വേഗം മേലൊക്കെ കഴുകിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയ്ക്ക് പോയി വന്നതാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ അമ്മ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഹെൽപ്പ് ചെയ്യൽ മാത്രമാക്കണ്ട, ഞാൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര കുക്കൊന്നും അല്ലെങ്കിലും ചിക്കൻ കറിയൊക്കെ ഞാൻ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ട് വയ്ക്കുന്നതാണ് എൻ്റെ വിചാരം. ഈ ബർത്ത്ഡേ ആവുന്നതിന് ഒരു മാസം മുന്നേ തന്നെ തുടങ്ങും കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഒരു ഡിസംബർ 12 പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി 30 ദിവസം കഴിഞ്ഞ് എന്താ, 15 ദിവസം കഴിഞ്ഞ് എന്താ, അങ്ങനെ ഇതുപോലെ ബർത്ത്ഡേ ആവാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുക്കിംഗ് ഒക്കെ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഏട്ടൻ വന്ന്. ഏട്ടൻ ഓഫീസിൽ നിന്ന് നേരെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരുന്നു. പിസ്താഷ്യോ കുനാഫ ഫ്ലേവർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ടായിട്ടും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അമ്മ നേരത്തെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് തലേ ദിവസം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തിരക്കല്ലേ, അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റിങ്ങും പിന്നെ 2 കമ്മലും കേട്ടോ എനിക്ക് ഏട്ടൻ വാങ്ങി തന്നു. ഒന്ന് ഇതാണ്, വേറെ തന്നെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു. അമ്മ തന്ന ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ, ഒരു സ്ലിംഗ് ബാഗ് ആയിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിലാട്ടോ, ചിക്കൻ കറിയിൽ മാത്രമാണ് ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം മറത്തിരുന്ന് വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ തണ്ണിമത്തനാട്ടോ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് വന്നപ്പോഴാണ് അമ്മ അടുത്ത ഗിഫ്റ്റ് കൊണ്ട് വരുന്നത്. ഒരു കപ്പിൾ ടീഷർട്ടായിരുന്നു. അങ്ങനെ ഒരു വയസ്സോടെ കൂടിയത് ഞാൻ ഇങ്ങനെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. ഏട്ടനൊരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടോ. ഏട്ടൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റീലിൻ്റെ തന്നെയാണ്. പക്ഷേ അത് കുറേ പഴയതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനോടുള്ള ആത്മബന്ധം കൊണ്ട് ഏട്ടനത് മാറ്റുന്നുണ്ടായിരുന്നില്ല. ഇതായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.